മീഡിയ പീഡിയയിലെ ഇന്നത്തെ അതിഥി തൃശ്ശൂരിന്റെ സ്വന്തം സന്നിധാനന്ദൻ. നമസ്കാരം. നമസ്കാരം, നമസ്കാരം. നമുക്ക് കൂടുതൽ വിശേഷണമൊന്നും ആവശ്യമില്ല. ഈ ഒരു പേര് കേട്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം. ജനമനസ്സുകളിലാണ് സന്നിയുടെ സ്ഥാനം. എന്തൊരു ഭാഗ്യം, എന്തൊരു നിമിത്തം അറിയില്ല. ഇന്നിപ്പോ നമ്മള് മീഡിയ പീഡിയയിൽ ഇരുന്ന് സംസാരിക്കുമ്പോ അതിന് പിന്നില് ഒരു സൗഹൃദത്തിന്റെ പാലമുണ്ട്. ജെബിൻ ചേട്ടനായിട്ടുള്ള ഒരു സൗഹൃദം. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും കേരളവർമ്മ എന്ന് പറയുന്ന ഒരുപാട് എല്ലാവരെയും വളർത്തിയത് കേരളവർമ്മയാണ്. കേരളവർമ്മ ഞങ്ങൾക്ക് അമ്മയാണ്, അച്ഛനാണ്. കാരണം ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഞാനൊക്കെ തൃശ്ശൂരിലേക്ക് വന്നത്. കാരണം പ്രീ ഡിഗ്രിക്ക് ചേരാൻ കഴിയുമോ എന്ന് പോലും തോന്നിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് അനൂപ് പറയുന്നത് കേരളവർമ്മ എന്ന് പറഞ്ഞൊരു കോളേജിന്. എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ പറയില്ലേ, ഈ 25% സ്കൂളിൽ നിന്ന്, 25% ടീച്ചർമാരുടെ അടുത്ത്, 25% സുഹൃത്തുക്കളുടെ അടുത്ത്, അങ്ങനെയാണ് 100%ലേക്കുള്ള യാത്ര. അപ്പോൾ അതിലൊരു പ്രധാന പങ്ക് എൻ്റെ ജീവിതത്തിലെ സുഹൃത്തുക്കളാണ്. ജിബിനെയാണെങ്കിലും ഞാൻ പരിചയപ്പെട്ടത് കേരളവർമ്മയില്. അപ്പൊ അങ്ങനെ കേരളവർമ്മയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ. അത് ഏകദേശം 20-25 വർഷം കഴിഞ്ഞു. എങ്കിലും ഇപ്പോഴും ഞങ്ങളൊക്കെ ഡിഗ്രി അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്കാർ തന്നെയാണ്. കൂട്ടുകാരെ കാണുമ്പോൾ ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട്. പിന്നെ നിങ്ങൾ കേരളവർമ്മക്കാരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എവിടെ ചെന്നാലും ഉണ്ടായിരിക്കുമല്ലേ കുറെ പേര് കേരളവർമ്മക്കാര്. ലോകത്ത് എവിടെയൊക്കെ മലയാളി ഉണ്ട് അവിടെയൊക്കെ ഒരു കേരളവർമ്മക്കാരുണ്ട്. ഒന്ന് പോരാ, പറഞ്ഞു വരുമ്പോ കുറെ പേര് ഒരു കൂട്ടത്തിലുണ്ടാവും അല്ലെ. കുറെ വിശേഷങ്ങൾ നിങ്ങൾക്കായിട്ട് തന്നെ കുറെ എക്സ്ക്ലൂസീവ് വിശേഷങ്ങൾ ഉണ്ടാവും പറയാൻ. അപ്പൊ അങ്ങനെ കോളേജ് കാലമൊക്കെ കഴിഞ്ഞ് പിന്നെ അന്നും പാട്ടൊക്കെ ഉണ്ടോ കോളേജിലെ ഒരു സംഘഗാന തൊഴിലാളികളുടെ കൂട്ടത്തിലെ മുഖ്യനാണ് ഞാൻ. തൊഴിലാളി നേതാവല്ലേ. കാരണം ഇവരൊക്കെ എപ്പോഴും കോളേജിലെ ആർട്സ് പരമായ കാര്യങ്ങൾക്കും രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കും ഒരുപാട് പ്രാധാന്യം കൽപ്പിച്ച ആൾക്കാരാണ്. ഇവരൊക്കെ ഒരു ഇന്ന സ്ഥലത്ത് നമുക്ക് ഇനിയിപ്പോൾ ഡി സോണിന് പോകണം, ഇൻഡർ സോണിന് പോകണം, അല്ലെങ്കിൽ ലളിതഗാന പരിപാടികളുണ്ട്, അല്ലെങ്കിൽ കോളേജ് ഡേ ഫങ്ഷൻസ് ഉണ്ട്, യൂണിയൻ ഇനോഗ്രേഷൻസ്. അപ്പോൾ അവിടെയൊക്കെ എനിക്കൊരു സ്ഥാനം ഇവർ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്തിട്ടുള്ളത്. കലാപരമായിട്ടുള്ള അടുപ്പമാണ് ഇവരൊക്കെ തമ്മിൽ. ഇങ്ങനെ വെറുതെ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ ക്ലാസ്സിൽ പാട്ട് പാടിയിരിക്കുന്ന എപ്പോഴും ഫ്രീ ആണല്ലേ. അതോ അവിടെ മരത്തിന്റെ ചൂടില്. അപ്പോൾ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ഒരു കാലത്ത് ഏറ്റവും വലിയൊരു സന്തോഷം കാസറ്റ് കാലഘട്ടം. ജെബിനാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾക്ക് പഴയ കാസറ്റുകളോടും പഴയ ടൈപ്പ് റെക്കോർഡറും ഇപ്പോഴും എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. ഇതെല്ലാം പണ്ട് പല വീടുകളിൽ നിന്നും മോഹിച്ച്, അല്ലെങ്കിൽ പേപ്പറിൽ പുതിയ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഫോട്ടോ, ഓണം ഓഫർ. ഇപ്പോൾ ഓണം ഓഫർ ഭയങ്കര തപ്പുമാണ്. പക്ഷെ അത് പേപ്പറിലൂടെ മാത്രം നമ്മൾ ഓണം ഓഫർ കണ്ട് ദൈവേ അതുപോലൊരു മ്യൂസിക് സിസ്റ്റം എനിക്ക് എന്നുണ്ടാവും എന്ന് ഞാൻ സ്വന്തമാക്കും. പക്ഷെ പിന്നീട് അതെല്ലാം ആവുമ്പോൾ നമ്മളതിൽ പഴയതിനെല്ലാം അത് ഇപ്പോഴും ഒരു കേടുപാട് കൂടാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇറങ്ങിയിരുന്ന പാട്ടുകൾ, ബാലഭാസ്കർ ചേട്ടൻ്റെയൊക്കെ, ബാലുചേട്ടൻ്റെ പാട്ടുകൾ, നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങൾ ഒന്നു ചേരാം എന്ന് പറഞ്ഞ പാട്ട്. പിന്നെ അതുപോലെ ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം, ഉണരുമ്പോഴൻ കണിയാ വേണം, ഉണർന്നാൽ എനിക്കൊന്നുണർവേകുവാൻ ഒരു ചുംബനത്തിൻ മധുരം വേണം. ഇതൊക്കെ അന്നത്തെ കാലത്ത് ഞങ്ങൾ ഒരുപാട് ആഘോഷിച്ചിട്ടുള്ള പാട്ടുകൾ. അതിൽ ഉണ്ടായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം പ്രദീപ് സോമസുന്ദരം സാർ, അദ്ദേഹം കേരളവർമ്മയിൽ ഇനോഗ്രേഷൻ വന്നതും, പിന്നീട് ഞാൻ അദ്ദേഹമായിട്ട് കൂടുതൽ ഇപ്പോൾ അത്രയും ചങ്കാണ് പ്രദീപ് സോമസുന്ദരം. അദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ദാസേൻ്റെ പല പാട്ടുകളുടെയും ട്രാക്ക് ചെന്നൈയിൽ വെച്ച് അദ്ദേഹം പാടുകയും പിന്നീട് അദ്ദേഹം സിനിമയിൽ പാടുന്നു. പക്ഷെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഹിറ്റ് ഞങ്ങളുടെയൊക്കെ കോളേജ് കാലഘട്ടത്തിൽ, എണ്ണക്കറുപ്പിൻ ഏഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്, മൊഴികളിലലിയും നൂറഴക്, മിഴികളിലോ തേനഴക്. പക്ഷെ ഈ ഒരു മൂടൊക്കെയാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളുടെ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടാവാൻ കാരണം കോളേജിൻ്റെ ആ അൽമര ചൂടുകളിൽ പ്രണയിക്കുന്നവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു പാട്ട് പാടുമെന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ പാട്ടുകൾ ഏതൊക്കെയാണോ, നിന്നെ ഓർക്കാതിരിക്കാനാവുമോ, അന്നേ ഇഷ്ടമായതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആരും എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ആരും കേൾക്കാത്ത പാട്ടുകൾ ആദ്യമായിട്ട് എന്നിൽ നിന്ന് കേൾക്കുക എന്നുള്ളത് അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം. അവിടെ ഞാൻ വിജയിക്കുമോ, എൻ്റെ പാട്ട് വിജയിക്കുമോ, എൻ്റെ ശബ്ദത്തിന് എന്ത് പ്രാധാന്യം ഉണ്ടോ ഒന്നും ഞാൻ നോക്കാറില്ല. അവർ ആ പാട്ട് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് നിന്നാണ് കേൾക്കുക.
അതാണ് ഞാനിപ്പോഴും അയ്യോ പറഞ്ഞു വന്നു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. പറഞ്ഞു പല വിഷയങ്ങളിലേക്ക് എത്തി. ഇതിനിടയ്ക്ക് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. നമ്മള് ഫ്രണ്ട്സ് ഒക്കെ കാമുകന്മാര് നമ്മളെ അടുത്ത് കൂടെ പോകുമ്പോ പാട്ട് പാടിത്തരാം. ഓ അതുപോലെ സ്വന്തം കാമുകിക്ക് പാട്ട് പാടി കൊടുത്ത് കുടുംബകാലഘട്ടല്ലേ കൊച്ചെ. അങ്ങനെയൊന്നുമില്ല. കേരളോർമ്മയാണ്, കേരളം പാട്ടുകാരനാണ്. അതിമനോഹരമായ ക്യാമ്പസാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയിക്കാം, പഠിക്കുന്നവർക്ക് പഠിക്കാം. ഞാൻ പഠിക്കുന്നവരുടെ ഓ കൂട്ടത്തിലാണ്. ക്ലാസ്സിൽ കേറില്ലെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ കേറില്ല എന്നെങ്കിലും ഞാൻ പഠിക്കുന്നവരുടെ പഠനത്തിൽ വളരെ തൽപരനായിരുന്നു. ഓക്കെ. അപ്പൊ കുടുംബകലഹത്തിലേക്കുള്ള അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വഴിക്ക് പറഞ്ഞ് നമ്മൾ accept പോണില്ല. ചെയ്യുന്ന ഒരാളാ കുടുംബത്തിലിരിക്കുന്നത്. അങ്ങനെയൊന്നും. ഇപ്പൊ എങ്ങനെയാ ഭാര്യയ്ക്ക് കുറെ ഇതുപോലെ ഇപ്പൊ പാടിയ പാട്ടുകളൊക്കെ നല്ല നൊസ്റ്റാൾജിക് ഓ പാട്ടുകളാണല്ലോ. ആ അവരും പാട്ടുകളൊക്കെ നമ്മുടെ ഇപ്പോഴും അതേ കാലഘട്ടത്തിലുള്ള എന്നെ പോലെ തന്നെ അവർ പാട്ട് പാടില്ല. ആഷ എന്നാണ് പേര്. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പൊറനാട്ടുകരയിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. 2 മക്കള്, അമ്മ, ഭാര്യ, 2 മക്കള് ഇവരാണ്. അപ്പം മോൻ്റെ പേര് വേദസ്വാങ്കൻ, മോളുടെ പേര് നാദശങ്കരി. ഒരാൾ 7ലും ഒരാൾ 4ലൊക്കെ പഠിക്കുന്നത്. അപ്പം അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാട്ടുകളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാടുന്നത് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അതേ ടേസ്റ്റാണ് പല പാട്ടുകളിലും. ഞാൻ പോലും കേൾക്കാത്ത ചില പാട്ടുകൾ പുള്ളിക്കാരത്തി ഇങ്ങനൊരു പാട്ടുണ്ട് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോലും അത്ഭുതം. പക്ഷേ നമ്മളാണ് സാധാരണ ആരും കേൾക്കാത്ത അതെ, പാട്ട് അതെ, പാടാൻ അതെ. ഈ ആഗ്രഹിക്കുന്നത് അല്ലെ. പാട്ടിന്റെ ഒരു ABCD ഒന്നും പുള്ളിക്കാരത്തിക്ക് അറിയാം. പക്ഷെ ചില നേരത്ത് പുള്ളിക്കാരത്തിയുടെ ചില സെലക്ഷൻ പാട്ട് സെലക്ഷൻ അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മക്കൾക്കും ഇതുപോലെ അങ്ങനെ പാടിക്കൊടുക്കാറൊക്കെ അല്ലേ. രണ്ടുപേരും കുറേശ്ശെ കുറേശ്ശെ ഉണ്ട്. ഇപ്പൊ അത് ആവട്ടെ. നല്ല വെറൈറ്റി പേരാണ് മക്കളുടെ അല്ലെ. അപ്പൊ എന്തായാലും അങ്ങനെ പാട്ടിന്റെ വഴിയിൽ നമുക്ക് എടുത്തു പറയേണ്ട നമ്മുടെ ഈ ഒരു യാത്രയിൽ എടുത്തു പറയേണ്ട കാര്യമാണ് സ്റ്റാർ സിംഗറിന്റെ അല്ലെ. സണ്ണി എന്ന് പറയുന്ന ആ ഒരു പേര് ജനഹൃദയങ്ങളിൽ എത്താൻ കാരണം ആ ഒരു റിയാലിറ്റി ഷോ തന്നെയാണ്. 2007 സംഗീത റിയാലിറ്റി ഷോയാണ് ശരിക്കും റിയാലിറ്റി ഷോസിൽ തന്നെ നമ്മളത് മികച്ചു നിൽക്കുന്ന. ആളുകള് ആലോചിക്കുമ്പോ ആദ്യത്തെ ഷോ എന്ന് പറയുമ്പോ സ്റ്റാർ സിംഗർ ആണല്ലോ. അതിൽ തന്നെ അതിലാരാണ് പാടിയിരുന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ സന്നിധാനം തന്നെ എന്നുള്ള പേര് എല്ലാവരുടെയും മനസ്സിൽ ആദ്യം തന്നെ വരും. അങ്ങനെ പെട്ടെന്ന് ആളുകളിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ഈ ഒരു ആൾക്ക് സാധിച്ചു എന്നുള്ളത് ശരിക്കും അഭിമാനമാണ്. കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇപ്പോഴും കുട്ടി അത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്തിപ്പെട്ട് നിൽക്കുന്നത് എനിക്കൊരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ്. കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പല ഉഷാ ദീദീനെയൊക്കെ ഞാൻ ദൂരദർശൻ്റെ നമ്മളെയൊക്കെ വളർത്തിയത് ഓൾ ഇന്ത്യ റേഡിയോയും ദൂരദർശനുമാണ്. അപ്പോൾ അന്ന് ദൂരദർശനിൽ പാട്ട് ഞാൻ ഇന്ന് വീട്ടിലും കൂടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ അന്നത്തെ വാർത്ത വായിക്കുന്നവരെ കുറിച്ചും അന്ന് പാടുന്നവരെ കുറിച്ചും ലളിത സംഗീത പാഠം പഠിപ്പിക്കുന്നവരെ കുറിച്ചൊക്കെ ഇന്ന് വീട്ടിൽ പറയുകയുണ്ടായി. അപ്പോൾ അന്ന് ദൂരദർശനിൽ എൻ്റെ കേരളം എത്ര സുന്ദരം എന്ന് പറഞ്ഞ ദീദിയുടെ പാട്ട്, പിന്നെ ദീദിയുടെ തന്നെ ചില സ്റ്റേജ് ഷോകൾ വല്ലപ്പോഴും നമുക്കിങ്ങനെ അന്ന് ദുബായിൽ നിന്നൊക്കെ വരുന്ന ചേട്ടന്മാർ CD അല്ല മറ്റേ കാസറ്റ് കൊണ്ടുവരും. അപ്പം അങ്ങനെയൊക്കെ കണ്ട ആ ഒരു ദീദിയുടെ അടുത്തൊക്കെയാണ് ഞാൻ പോയി 1 വർഷക്കാലത്തോളം നിന്നത്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. MG ശ്രീകുമാർ സാർ എന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യൻ, വലിയ സംഗീത എന്ന് പറയാം, നമ്മളൊക്കെ അത് അവരുടെ ഒരു അനുഭവമാണ്. പിന്നെ ജീവിതത്തിൻ്റെ വഴി മാറി തിരിച്ച് സിംഗിങ്ങിൽ തന്നെ എൻ്റെ ക്വാളിറ്റിയെ തിരിച്ചറിഞ്ഞ് എനിക്ക് വേറൊരു വഴി പറഞ്ഞു തന്ന ശരത് സാറ്, അങ്ങനെ വല്ലാത്തൊരു അനുഭവമാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, പിന്നെ നജീമാണെങ്കിലും നിഖിലാണെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് വന്ന സുധീഷ്, ചാലക്കുടിയിലുള്ള സുധീഷ്, അങ്ങനെ ഇവരൊക്കെ നമ്മുടെ ഇപ്പോഴും എല്ലാവരുമായിട്ടും ഭയങ്കര സൗഹൃദമാണ്. ആണ് നിങ്ങൾ അന്നത്തെ ആ ഒരു ടീം എല്ലാവരുമായിട്ടും ഭയങ്കര സൗഹൃദം. ശരിക്കും ഇപ്പൊ ഞാന് ടിവിയില് ഇത് കാണുന്ന സമയത്ത് നമുക്ക് തൃശ്ശൂർക്കാരെ നമ്മള് ടിവിയിൽ കാണുമ്പോ അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അതും അപ്പൊ അങ്ങനെ ഓരോ പാട്ട് കാണുമ്പോഴും ഓരോ എപ്പിസോഡ് കാണുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ഭയങ്കര നമ്മുടെ തൃശ്ശൂർക്കാരാന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് നമ്മളിരുന്ന് കാണുക. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് നമ്മുടെ ഒരു യാത്ര ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ്. ഏറ്റവും വലിയൊരു വഴിത്തിരിവാണ് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ പരിപാടി ഏഷ്യാനെറ്റ്. പിന്നീട് 1 വർഷത്തോളം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാവുക. എനിക്കിപ്പോഴും എന്തെങ്കിലുമൊക്കെ ഈ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഭജനകൾ അതൊക്കെ കാണാതെ പഠിച്ച് ശ്ലോകങ്ങൾ അതൊക്കെ പഠിച്ച് പാടുക, ഒരു പാട്ട് എപ്പോഴും എഴുതി ഇട്ട് നോക്കി പാടുക എന്നുള്ളത് എനിക്ക് എപ്പോഴും കോൺഫിഡൻസ്. പക്ഷേ ഏകദേശം ഒരു 100-150ഓളം പാട്ടുകൾ കാണാതെ പഠിച്ച് പാടിയ ഒരു എക്സ്പീരിയൻസ് വളരെ വലുതായിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് അവിടെ വരുന്ന പല ടീച്ചേഴ്സും പല സെലിബ്രിറ്റീസും നമുക്ക് തരുന്ന കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകൾ, അതൊക്കെ ഭയങ്കര അനുഭവമാണ് സത്യം പറഞ്ഞാൽ. ഒരു സംഗീതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്.
പിന്നെ അന്ന് MG ശ്രീകുമാർ സാറുമായിട്ടൊക്കെ നല്ലൊരു നല്ല ബന്ധം സൗഹൃദം. ഇപ്പോഴും അല്ലേ? ഇപ്പോഴും അദ്ദേഹം തുടർന്ന് എൻജി പോകുന്നു. സാറാണ് ഫോൺ വിളിക്കുകയാണെങ്കിലും ചില പാട്ടുകളെ പറ്റിയാണെങ്കിലും ഒക്കെ അദ്ദേഹം നല്ല പ്രോത്സാഹനമാണ് എൻജി സാർ. ശരത് സാറിന്റെ എന്നെ ആദ്യമായിട്ട് സിനിമയിൽ ഒരു മുഴുവൻ പാട്ട് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ശരത് സാറിന്റെ സംഗീത സംവിധാനം പുള്ളിമാൻ എന്ന് പറഞ്ഞാണ് ശരത് സാറിന്റെ കളിയരങ്ങിലൊരു ചിരിയരങ്ങിലൊരു മണി മുഴങ്ങി നാട്ടുകൂട്ട കാതിലേക്ക് നാലു ദിക്കിൻ കണ്ണിലേക്ക് നാലു ദിക്കിൻ കണ്ണിലേക്ക് കുറവനെത്തി കുറത്തിയെത്തി കൂത്താടി കൂട്ടവും എത്തി അങ്ങനെ ഒരു പാട്ടാണ് ശരത് സാറ് എന്നെ ആദ്യമായിട്ട് പാടിച്ചത്. ഇപ്പൊ നമ്മള് പറയുമ്പോ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുമ്പോ പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വിശേഷമാണ്. അതെല്ലാവരും കാത്തിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഒക്ടോബർ 2 എന്ന് പറയുമ്പോ ഗാന്ധി ജയന്തി ആണെന്ന് അറിയാം. അതല്ലാതെ ഒരു കാര്യത്തിന് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ഗാന്ധി ജയന്തിയെ പോലെ തന്നെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസമാണ് ഒക്ടോബർ 2. എല്ലാരും ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കാന്താര 2 കാണാനായിട്ട്. അതിലൊരു പാട്ട് നമ്മൾ പാടി അല്ലേ? അതൊരു ജീവിതത്തിലേക്ക് വന്ന ഒരു വലിയൊരു സമ്മാനമാണ്, ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് കാന്താര 2 പാടാൻ പറ്റിയത്. കാരണം ഞാനത് KD വിൻസെന്റ് എന്ന് പറഞ്ഞ ഞങ്ങളൊരു അദ്ദേഹമുണ്ട്, പുള്ളിക്കാരനാണ് എന്നെ ഇതിനു വേണ്ടി എന്നെ വിളിക്കുന്നത്. പിന്നെ പാട്ട് അയച്ചു കൊടുക്കുന്നു, വോയിസ് ഓക്കെ ആവുന്നു, അദ്ദേഹം തന്നെ വിളിച്ചു പറയുന്നു. പിന്നെ മ്യൂസിക് ഡയറക്ടർ ഓൺലൈനിൽ വരുന്നു. തൃശ്ശൂരിൽ നിന്നാണ് പാടി അയച്ചത്. രാകേഷ് സ്വാമിനാഥൻ എന്ന് പറഞ്ഞ സൗണ്ട് എഞ്ചിനീയറാണ് പാടിപ്പിച്ചത്. പക്ഷേ അപ്പോഴൊക്കെ അവർ ഓൺലൈനിൽ വന്ന് ഓൺലൈനിൽ നമ്മുടെ കറക്ഷൻ തിരുത്തി നമ്മളെ പാടിപ്പിച്ച് വീണ്ടും കറക്ഷൻ ചെയ്ത് നമുക്ക് എങ്ങനെയാണോ ഞാനൊരു സ്റ്റുഡിയോയിൽ അവരുടെ അടുത്ത് നിന്ന് പാടുന്നത് അതുപോലെ ആ ഒരു ഭയവും ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. കാരണം പിന്നെ അജനീഷ് ലോകനാഥ് അദ്ദേഹമാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിൻ്റെ മെയിൻ ആളുണ്ടായിരുന്നു, ഋഷഭ് ഷെട്ടി സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാടുന്നതിൻ്റെ കുറേ ഇമോഷൻസ് ഒക്കെ അവർ പരസ്പരം പറയുകയും എനിക്കാണ് കേൾക്കും. ആ ഒരു എക്സ്പീരിയൻസിൽ ആ ഒരു പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ദേ വരുന്നു വേറെ ഒരു പാട്ട് കൂടെ, അത് 2 പാട്ട് അതിൽ പാടിയിട്ടുണ്ട്. അതിപ്പോ നമുക്ക് പാടാൻ പറ്റും. പിന്നെന്താ അതൊക്കെ പാടാം. ആദി തൊട്ടയുണ്ട് വാനം കുന്നുഭൂമി നീലക്കടല്, ഏതൊരാൾക്കുമായി ദൈവം കരുണയോടെ തന്ന മുതല്. ഓ കോട്ടമാളിക കെട്ടിമഞ്ഞിടം വാഴുന്നോരേ കാടുചൊൽകയായി ജാഗ്രത, കാട്ടുതീയല മാനത്തോളം എത്തിയെ ആരണച്ചിടാൻ ആളിടുന്നു തീത ചങ്കിലോ പെരുമ്പറ, കാട്ടുതീയല മാനത്തോളം എത്തിയെ ആരണച്ചിടാൻ ആളിടുന്നു തീത ചങ്കിലോ പെരുമ്പറ, ആരോ പറഞ്ഞിടുന്നു ജാഗ്രത, ആരോ പറഞ്ഞിടുന്നു ജാഗ്രത. ഇത് കേൾക്കുമ്പോ അറിയാം തിയേറ്ററിൽ രോമാഞ്ചം ഉണ്ടാക്കാനുള്ള സീൻസ്, അങ്ങനത്തെ ഒരു മൂഡാണ് ഈ പാട്ട്. അങ്ങനത്തെ ഒരു നമുക്കൊരു അദ്ദേഹം തന്നെ അത് പറഞ്ഞു തരുണ്ടായി. അതായത് ഇതൊരു നമുക്കൊരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് കൊടുക്കണം, പിന്നെ അതിന്റെ ഒരു എനർജി വേണം. പാട്ട് ഒരിക്കലും ഇമോഷൻ ആവരുത്. പൊതുവെ എൻ്റെ ശബ്ദത്തിൽ ഒരു സങ്കടം കിടപ്പുണ്ടല്ലോ, അത് ഒരുപക്ഷെ അത് ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ മുന്നോട്ട് പോയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ എപ്പോഴും ഒരു വാർ ടൈപ്പിനെ ടൈറ്റായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ശരി, അതൊരു വല്ലാത്തൊരു പ്രോത്സാഹനമായിരുന്നു അജനീഷ് ലോകനാഥ് സാർ. ഇതിപ്പോ ആദ്യം പാടിയ പാട്ടാണോ ഇപ്പൊ കേട്ടത്? ഇപ്പൊ പാടിയത് ആദ്യം പാടിയത്. രണ്ടാമത് ഇപ്പൊ പിന്നെ ഒരു എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൊയ്ത്തുപാട്ട് പോലത്തെ ഒരു പാട്ടാണ്. പൊലിയേ പൊലിയരെ പൊലിപ്പൂവേ പൂന്തുള്ളായ പുത്തൻ വളകൾ നട്ടേ കുട്ടയ്യ പൊലിയേ പൊലിയരെ പൊലിപ്പൂവേ പൂന്തുള്ളായ പുത്തൻ വളകൾ നട്ടേ കുട്ടയ്യ, പൊലിയേ പൊലിയരെ പൊലിപ്പൂവേ പൂന്തുള്ളായ പുത്തൻ വളകൾ തൊട്ടേ പൂന്തുയ. ഒരു കൊയ്ത്തുപാട്ടായിട്ട് ഒരു അടിപൊളി പാട്ടാണ് ഇത്. നമ്മൾ ആദ്യത്തെ പാട്ട് പാടി കഴിഞ്ഞ ഉടനെ പറഞ്ഞു ഇങ്ങനെ രണ്ടാമത്തെ ഒരു പാട്ട് ഇല്ല, അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ വിൻസെന്റ് ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, തന്നെ ഒരു പാട്ട് കൂടി ഉണ്ട്, അവർക്ക് എന്തോ വോയിസ് ഇഷ്ടമായി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ശരി ഞാൻ പോയി നോക്കാം പാടാം. എന്നിട്ട് വീണ്ടും എഗെയിൻ അവരെ അതുപോലെ തന്നെ വന്ന് ഇന്ന് ഋഷഭ് സാർ അദ്ദേഹം ഉണ്ടായില്ല, മ്യൂസിക് ഡയറക്ടർ മാത്രം. അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു മൊമെന്റിൽ ഒന്നാണല്ലേ? നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ഒരു ദൃശ്യവിസ്മയത്തിന്റെ അത്രയും മുഴുവനായിട്ട് പൂർണ്ണതയുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുമ്പോൾ അതിൽ എൻ്റെ ഒരു കുഞ്ഞു വോയിസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം.
ടിക്കറ്റ് ഞാൻ 2 തവണ വിളിച്ചു. ഒറ്റ തിയേറ്ററിലും ഇല്ല. ഫുൾ ബുക്കിംഗ് ആണല്ലേ? നാളെ മറ്റന്നാ കാണാന്ന് വെച്ചിട്ടിരിക്കുക. പറ്റുവാണെങ്കിൽ നാളെ തന്നെ കാണും. 1-2 തിയേറ്ററിലൊക്കെ വിളിച്ചിട്ടുണ്ട്. എനിക്കിത് ആലോചിക്കുമ്പോ ഇപ്പൊ തന്നെ ഒരു അതെ, അതെ, തോന്നുന്നു. അത് സത്യം. കാണുമ്പോ നമുക്ക് ഇന്ന് രാവിലെയാണ് ഇതിന്റെ ഫുൾ സോങ് വീഡിയോ വന്നത്. അപ്പം ഫുൾ സോങ് വീഡിയോ വന്നപ്പോ തന്നെ എനിക്ക് സന്തോഷം. ഒരുപാട് ദൈവമേ നന്ദി. ഇങ്ങനെ നമ്മുടെ നമ്മളിതുപോലെ പാടി നമ്മളിങ്ങനെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന സിനിമകള് മുൻപ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കാണാനായിട്ട് ഫാമിലിയൊക്കെ കൂടി ഒരുമിച്ചാണോ പോവാ? എല്ലാവരും അമ്മയും ഫാമിലിയൊക്കെ ആയിട്ടാ എപ്പോഴും ആദ്യം ഞാൻ പോയെന്ന് കാണും. അവരെ കാണാമല്ലോ കൊണ്ട് കാണിക്കുന്ന അവർക്കുള്ള ക്വാളിറ്റി ഉണ്ടോ നോക്കിട്ട് അവരെ കൊണ്ടുപോകുള്ളൂ അല്ലെ? പാട്ട് അങ്ങനെയാണോ. എന്നാലും ഏത് പാട്ട് പാടി കഴിഞ്ഞു വന്നാലും ഞാൻ അപ്പൊ തന്നെ പറയും ഇങ്ങനെ പടത്തിൽ പാടിയിട്ടുണ്ട്. പുഷ്പ 2-ലൊക്കെ പാടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തങ്കലാൻ എന്ന് പറഞ്ഞ സിനിമ, അതിലൊക്കെ പാടാൻ പറ്റും. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയത് നമ്മുടെ സുരേഷ് ഏട്ടന്റെ പടമായിരുന്നു. സുരേഷ് ഗോപി സാറിന്റെ പടമാണ് JSK എന്ന് പറഞ്ഞത്. അന്ന് നമ്മള് അവിടെ റിവ്യൂ എടുക്കാൻ ഞാൻ വന്നപ്പോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതെനിക്ക് കൊണ്ടേ പറ്റിയ ഒരു പരിചയം അതില്. എന്നിട്ട് അതില് ചേരമാനാദരാൽ പൊൻ ചെമ്പോല നൽകിയ 72 കുടുംബക്കാരും നായിത്തൊമ്മൻ തന്റെ പാതയിൽ വർത്തിച്ചു പാലിച്ചു പോരിക ധർമ്മങ്ങളെ. ജന്മങ്ങൾ കൈവിടോർക്കണം എപ്പോഴും സന്തതം സർവരും ഒത്തുവാഴ്ക. അങ്ങനെ ഒരു പാട്ടാണ്. ഗിരീഷ് നാരായണൻ അദ്ദേഹമാണ് അതിന്റെ മ്യൂസിക്. സന്തോഷ് വർമ്മ ചേട്ടൻ തന്നെയാണ് ആ പാട്ട് എഴുതുന്നത്. സന്തോഷ് ചേട്ടന്റെ കുറെ പാട്ടുകൾ ഈ അടുത്ത് പാടാൻ പറ്റിയുണ്ടായി. ഇപ്പൊ നമ്മള് കാന്താര 2 ആയിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ വെയിറ്റ് ചെയ്ത ഒരു സിനിമയായിരിക്കും പുഷ്പ 2 അല്ലേ? അത് ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അത് ഞാൻ ചെന്നൈയിൽ പോയിട്ട് DSPയുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടുകയുണ്ടായി. അത് കാരണം പരിചയമില്ലാത്ത സ്റ്റുഡിയോ, പരിചയമില്ലാത്ത മറ്റേ പാടിപ്പിക്കാൻ വരുന്ന ആള്, പിന്നെ സൗണ്ട് എഞ്ചിനീയർ, ആകെ കൂടെ ഒരു അമ്പരപ്പും ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ പാടി. അത് ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ് സോങ്ങാണ്. കാളി കരാളി ദേവി ഏ പൊന്നോല ജലകുട്ടി, അങ്ങനത്തെ ഒരു പാട്ട്. അത് ക്ലൈമാക്സിലാണ് ആ പാട്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു ഹൈപ്പ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ കോരിത്തെരിപ്പ് ഉണ്ടാക്കുന്ന പാട്ടുകള് പാടാൻ ഒരു പ്രത്യേക കഴിവുണ്ടല്ലേ? അല്ല കഴിവല്ല, അത് ആ ഒരു ഫീൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ശബ്ദത്തിന്. സത്യം. അത് എന്തോ ഒരു ദൈവാനുഗ്രഹം അങ്ങനെ സംഭവിക്കുന്നത്, നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ഇനി അതല്ലെങ്കിൽ നമ്മളിപ്പോ സ്റ്റുഡിയോയിൽ നമ്മൾ പോയിട്ട് നമുക്ക് ഒട്ടും ചേരാത്ത പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എവിടേക്ക് എന്തൊക്കെയോ ഇങ്ങനെ കിട്ടുന്നു. ഇപ്പോ സുരേഷ് ഏട്ടന്റെ പെരിങ്കളിയാട്ടം എന്ന് പറഞ്ഞ ജയരാജ് സാറിന്റെ ഒരു പടം വരുന്നുണ്ട്. അതിൽ പാടിയിട്ടുണ്ട്. അത് നമ്മുടെ ബിജുപാൽ സാറിന്റെ ഒരു പാട്ടാണ്. ബിജുപാൽ സാറിന്റെ ഒരു 5-6 പാട്ടുകൾ പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. കാരണം ഹരിനാരായണൻ എഴുതിയിട്ടുള്ള ഷെർലക് ടോംസ് എന്ന് പറഞ്ഞത്, പിന്നെ അനിൽ പരച്ചൂരൻ സാറിന്റെ ഒരു പാട്ട് ശങ്കരൻ എന്തിയടാ അവൻ തെങ്ങിന്റെ മണ്ടേല ഈ ജീവിതം എന്താണ്, അനിൽ പരച്ചൂരൻ സാർ എഴുതിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ കുറെ പാട്ടുകൾ. കാല പെരുങ്കാല പിന്നെ കാണാൻ പരലോകം കാണാൻ ഞങ്ങളില്ലേ, ഈ ലോകം ചോറാണം വമ്പോ ആ ലോകം പോറാ ഞങ്ങളില്ലേ. ഹരിയുടെ ഒരു പാട്ട്, ഷെർലക് ടോംസിൽ വിജയന്റെ പാട്ട്. അത് അഫ്സലിക്കും ഞാനും കൂടിയാ പാടിയത്. ശരിക്കും ഇപ്പൊ പാടുമ്പോ ഏത് ജോണർ പാടാനാ കൂടുതൽ കംഫർട്ട് അല്ലെങ്കിൽ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പൊ പാടിയിരുന്നത് എനിക്ക് അടിപൊളി പാട്ടുകളോടും കുറെ ഹൈ പിച്ച് ആയിട്ടുള്ള പാട്ടുകൾ, പിന്നെ കുറെ ഫോക്ക് ടൈപ്പ്, കുറെ ഡിവോഷണൽ. പിന്നെ മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളെ സമീപിക്കുന്നത് അവർക്കറിയാം ഇതിപ്പോ സന്നിക്ക് പാടാം ഇങ്ങനത്തെ ഒരു പാട്ടാണ്. ഓക്കെ, അത് നമ്മൾ പാടുന്ന അങ്ങനെ പാട്ടുകൾ മുമ്പിൽ വന്നിട്ടുണ്ട്. അതൊക്കെ പാടി കൊറേ ഭക്തിഗാനങ്ങളും നല്ല രസമായിട്ടുള്ള ഭക്തിഗാനങ്ങളൊക്കെ കുറെ പാടിയിട്ടുണ്ട്. കുറെ ഉണ്ട്, കുറെ ഹിറ്റാണ്. കുറെ എന്താ പറയാ, ഈ മണ്ഡലകാലം വരുമ്പോഴും ഒക്കെ. പിന്നെ പലരും ഡെയിലി ചിലർ കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. ചില പാട്ടുകളുടെ ലിങ്കുകളിൽ ചെന്നാൽ നമ്മളൊക്കെ ചിലപ്പോൾ ഭീകരമായിട്ട് നമ്മൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ നമ്മൾ ദുഃഖിതരുമാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങ് ഡെസ്പടിച്ച് ആകെ കയ്യിൽ നിന്ന് പോയി, എൻ്റെ ദൈവമേ എല്ലാം തീർന്നു പോയില്ല, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ ചുറ്റുമുള്ളതായിട്ട് ഇങ്ങനെ സങ്കല്പിക്കും ഞാൻ. അപ്പോൾ എന്ത് കിട്ടി വിഷമിക്കുന്ന വേണ്ട, ആരെയിലൊക്കെ വന്നിങ്ങനെ നമ്മളോട് പറയുന്നത് ഇന്നർ വോയിസ് പോലെ, വേണ്ട ദേ വരുന്നു അടുത്തൊരു സംഗതി. ചിലപ്പോൾ അതൊന്നും വരുന്നുണ്ടാവില്ല, ചിലപ്പോൾ അവിടുന്ന് ഒരു 6 മാസം കഴിഞ്ഞോ എന്തെങ്കിലും ചെയ്തത്. പക്ഷെ അപ്പോഴും അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ
ഇങ്ങനെ നമ്മൾ കുറേ പാട്ടുകൾ പാടിയിട്ടുള്ളതിൻ്റെയൊക്കെ ലിങ്കുകളുടെ അടിയിൽ കമൻസ് പോയി വായിക്കും. ആ അപ്പം അതിൽ നമ്മളെ കുറ്റം പറയുന്നവരുണ്ടാവും. പക്ഷേ അതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ആൾക്കാർ ഇരുന്നുണ്ട്. ആ അത് ഭയങ്കര സന്തോഷം. അപ്പം അത് ഒന്ന് വായിക്കും. ഓക്കെ, റെഡി, അപ്പം കുഴപ്പമില്ല അല്ലേ, അങ്ങനൊരു ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഞാൻ അങ്ങനെ വർദ്ധിപ്പിക്കാറ്. അങ്ങനെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്, കുറുക്കു വഴികളൊക്കെ ഉണ്ടല്ലേ. എന്നാലും നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു ഒരു സന്തോഷമല്ലേ, നമ്മളെ ഒട്ടും പരിചയമില്ലാത്ത ആളുകള്, ഒരുപാട് ആളുകള് അവരുടെ വീട്ടിലുള്ള ഒരാളെ പോലെ അല്ലേ ചേട്ടനെ ഇന്നലെ കാണുന്നത്. കൊച്ചിയിൽ തൃപ്പൂണിത്തറയിൽ പുതിയ കാവ് എന്ന് പറഞ്ഞ അമ്പലത്തിലായിരുന്നു പ്രോഗ്രാം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അപ്പോഴും 20 വർഷത്തോളമായി ആ പ്രോഗ്രാം ഐഡിയ സ്റ്റാർസുകൾ കഴിഞ്ഞിട്ടും അന്നത്തെ ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് സംഭവിച്ച കുറേ കാര്യങ്ങളും അത് ഓർത്ത് വെക്കുകയും ഓർത്ത് വെച്ചിട്ട് വിളിക്കുന്നവരോ അല്ലെ, അതാണ് എല്ലാവരും സംസാരിക്കുന്നത്. ആ അതും അപരിചിതരായ അപ്പം എന്നിട്ട് ആ പ്രോഗ്രാം നടത്തിയവർ ഇന്ന് രാവിലെ മെസ്സേജ് ഇട്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്പലത്തിന്റെ പരിസരത്തുള്ളവർ വളരെ കുറവും, ഉം. ആ മൈതാനത്തിന് അങ്ങ് ദൂരെയുള്ള കുറെ ആൾക്കാർ ബസ് പിടിച്ച് വന്നവരൊക്കെയാണ് ആ ആ പ്രോഗ്രാം കാണാൻ വന്നതാണ്. ആ. ഞങ്ങൾക്ക് പോലും പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു. അത് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അതെ. പിന്നെ ഈ പാട്ടില് ഇപ്പൊ ഈ ഒരു കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്നതും ഇപ്പൊ നിൽക്കുന്നതുമായ കാലഘട്ടത്തിൽ തന്നെ മ്യൂസിക് റെക്കോർഡിംഗ് കാര്യങ്ങളിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞല്ലോ നമ്മൾ ഓൺലൈനിലായിട്ടാണ് കാന്താരയ്ക്ക് പാടിയത് എന്ന് അതെ. പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കുറെ മാറ്റങ്ങളൊക്കെ സംഭവിക്കില്ലേ? അതൊക്കെ എങ്ങനെയൊക്കെയാണ്? എന്തൊക്കെ മാറ്റങ്ങളാ ഇപ്പൊ ഈ ഓൺലൈൻ മാറ്റം മാറ്റം അതിലൊക്കെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഏകദേശം കുറച്ച് മുമ്പ് തൊട്ടപ്പാടെ ഏകദേശം 2004 കേരളോർമയിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ്. അപ്പൊ നമ്മള് സ്റ്റാർ സിംഗറിൽ വരുന്നതിന് മുൻപ് കേരളോർമയിൽ പഠിക്കുമ്പോഴേ ഉണ്ട് റെക്കോർഡിങ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് 2004 അന്ന് പറഞ്ഞ ഈ ഇപ്പോഴത്തെ ഇതിൽ നിന്നും കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് അഡാറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം. എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറയാൻ അറിയില്ല. പക്ഷെ എന്നാലും ഇപ്പൊ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാം നമ്മുടെ വോയിസ് എവിടെ കട്ട് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ദാസാറൊക്കെ പാടുന്ന കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എനിക്കൊക്കെ പാടാൻ പറ്റുന്നത് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ സൗകര്യം ഉള്ളത് പറയാലോ. അപ്പോൾ പക്ഷെ ആദ്യം പല്ലവി പാടുന്നു, അനുപല്ലവി പാടുന്നു, ചരണം പാടുന്നു, അങ്ങനെ ഉള്ളൊരു ഇതിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ചിലതൊക്കെ നമുക്ക് കുറച്ച് ബ്രീത്ത് എടുത്ത് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പാടാം. പണ്ട് നമ്മൾ ഇന്നത്തെ ഗാനമേള പോലെ ഒറ്റ ടേക്ക് പാടുന്ന സിസ്റ്റത്തിൽ നിന്നും ഒരുപാട് കാലങ്ങൾ മാറി. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ അമ്മേനെ വരെ എനിക്ക് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് പാടിപ്പിക്കാന്നുള്ള ഒരു കാലഘട്ടം വരെ ആയി. അത് വലിയൊരു കാര്യമാണ്. അതുപോലെ കേട്ടിട്ടുണ്ട് പണ്ട് മുറിച്ചുണ്ടുണ്ടായിരുന്നു എന്നുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? അതായത് മുറിച്ചുണ്ട് എന്ന് പറയുന്ന സംഭവം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇപ്പോഴും നമ്മുടെ ഏറ്റവും ഏറ്റവും വലിയ കുറവുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പിന്നോട്ടടിക്കുക എന്ന് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്ലെഫ്റ്റ് ലിപ്പ് അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. ആ, ഏതെങ്കിലും ഒരു തരത്തിൽ അന്തർമുഖനായി പോവേണ്ട എന്നെ എൻ്റെ ഗ്രാമവും എൻ്റെ സുഹൃത്തുക്കളും എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാരും അവരൊക്കെയാണ് എന്നെ ഇന്നിപ്പോൾ ഈ നിലയിലേക്ക് എന്നെ പ്രോത്സാഹിപ്പിച്ചെത്തിച്ചത്. നമ്മളെപ്പോഴും നമ്മളെ കുറ്റം പറയുന്നവരെ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. പക്ഷേ അത് വളരെ എപ്പോഴും കുറ്റം പറയുന്നവർ കുറച്ചായിരിക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഏറ്റവും കൂടുതലായിരിക്കുകയും ചെയ്യുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ശബ്ദിക്കാൻ പറ്റാത്ത ഒരാൾ, അതായത് സംസാരിക്കുമ്പോൾ വേറെ ഒരു ടോണുള്ള ഒരാൾ, ഇപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരാൾ പാട്ട് പാടാൻ ആഗ്രഹിക്കുക, ആവാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലില്ലാത്ത ഒരാൾ മഹാനായ അല്ലെ മഹത്തായ നർത്തകനാവണം എന്ന് ആഗ്രഹിക്കുന്ന പോലെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്ലെഫ്റ്റ് ലിപ്പ് പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ പരിഹരിക്കപ്പെടുകയും എൻ്റെ ശബ്ദം പിന്നീട് മെച്ചപ്പെടുകയും ഒക്കെ ചെയ്ത് എന്തോ ഒരു ദൈവാനുഗ്രഹം എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അത് നമ്മുടെ ഒരു വിശ്വാസം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ജനിക്കാം, നിങ്ങൾ എൻ്റെ വീട്ടിലും ജനിക്കാം. മതം എന്ന് പറയുന്നത് അത് നമ്മൾ ജനിക്കുമ്പോഴും ഉണ്ടായതാണ്. നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടല്ലല്ലോ എവിടെയും വന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ആ മതത്തിൽ നമ്മുടെ വീട്ടുകാർ അനുഷ്ഠിച്ചു പോകുന്ന അതേ സംഗതി തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു, പിന്തുടരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് എന്നെ ശബ്ദത്തിലേക്ക് നയിച്ചത്, ഇങ്ങനെ ഒരു ശബ്ദത്തിലേക്ക് നയിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ ഞാൻ ഇതേ ആത്മവിശ്വാസത്തോടെയും കോൺഫിഡൻസോടു കൂടി ജീവിക്കും, അതിനകത്തൊരു സംശയമില്ല.
ഇങ്ങനെ കിട്ടിയപ്പോൾ എന്നാൽ ശരി നമുക്കെന്നാ ഇനി ഇതിൻ്റെ മാക്സിമം നമുക്ക് എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം. കാരണം ഇനിയിപ്പോൾ ഇതിപ്പോൾ കാരണം ക്ലെഫ്റ്റ് ലിപ്പുള്ള കുറേ ഗാർഡിയൻസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആർക്കെങ്കിലൊക്കെ ഒരു ഇൻസ്പയർ ആവുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഞാൻ ഐഡിയ സ്റ്റാർ സിംഗർ പാടി കഴിഞ്ഞ് കോഴിക്കോട് ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഒരു പാട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ പാട്ടുകാരൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ പാട്ടുകാരൻ എന്നെ വന്ന് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് ആൾ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ തന്ന് എൻ്റെ വീട്ടിൽ വരുമോ ഭക്ഷണം കഴിക്കാൻ. ശരി ഭക്ഷണം കഴിച്ച് പോകാൻ നേരത്താണ് ഞാൻ അവരുടെ വീട്ടിലെ കുഞ്ഞിനെ ഞാൻ കണ്ടത്. ആ കുഞ്ഞിന് ക്ലെഫ്റ്റ് ലിപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത്, എനിക്കിപ്പോൾ കോൺഫിഡൻസ് ആയി, എൻ്റെ മകളും പാടും. അങ്ങനെ ഒരുപാട് ക്ലെഫ്റ്റ് ലിപ്പുള്ള കുറേ ആൾക്കാരുടെ ഫോൺ എനിക്ക് വരാറുണ്ട്. പലരും ഒരു വർഷത്തിലൊരു 4-5 ക്ലെഫ്റ്റ് ലിപ്പുള്ള ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. കാരണം ആ ഒരു പ്രശ്നം എത്രത്തോളം ഭീകരമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ നമുക്ക് നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെ സംഗീത ജീവിതയാത്ര തുടരുന്നത്. അതിനൊക്കെ എല്ലാത്തിനും കടപ്പാട് അത് മീൻസ് പ്രേക്ഷകരോടാണ്. കാരണം അങ്ങനെ ഒരു പ്രശ്നം അവനുണ്ടെങ്കിൽ അതുണ്ടായിക്കോട്ടെ, പക്ഷെ അവനിപ്പോൾ എന്ത് ചെയ്യുന്നു, അവനിപ്പോൾ എന്ത് നമുക്ക് തരുന്നു. അതിൻ്റെ ഇടയിൽ കുറ്റം പറയുന്നവരുണ്ടാവാം. നമുക്കിപ്പോൾ എന്താ ചെയ്യാം, എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളെപ്പോഴാണ് ഒരാൾക്ക് അപ്രിയനാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ അഭിപ്രായത്തിനോട് ഘടകവിരുദ്ധമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ അയാൾക്ക് പ്രിയപ്പെട്ടവനല്ലാത്തത്. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പലയിടത്തും പറയും, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എല്ലാവർക്കും അറിയാം നമുക്ക് അത്ര വലിയ അഹങ്കാരമൊന്നുമില്ല. കാരണം ഇതൊക്കെ കിട്ടിയത് എന്തോ ഒരു ബോണസായിട്ട് കരുതുന്ന ഒരാളാണെന്ന് എല്ലാവരും കരുതുന്നുണ്ട്. ഇങ്ങനെ കുറേ സംസാരിക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്പയർ ആവാനായിട്ട് സാധിക്കുന്ന കുറേ അനുഭവങ്ങളുണ്ട്. അതുപോലെ ഇമോഷണൽ ആയിട്ടും ഒരുപാട് വൈബായിട്ട് അങ്ങനെ സംസാരിക്കുക. അങ്ങനെ പല ഇപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ തന്നെ പല വികാരങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി വന്നു പോയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കുറെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കില്ല എല്ലാ മൂഡിലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റുന്നത്. ഒന്നുമില്ല. പിന്നെ ഞാൻ കേരളോർമ്മയിൽ പഠിച്ചത് BA മലയാളം, അതുപോലെ ലാസ്റ്റ് പ്രീ ഡിഗ്രി ബാച്ചിന്റെ ലാസ്റ്റ് ബാച്ച് ആണല്ലേ. അപ്പൊ പ്രീ ഡിഗ്രി അത്ര ചെറിയ ഡിഗ്രി ഒന്നും അല്ലാത്തൊരു കാലത്ത് പഠിച്ചതിന്റെയും പിന്നെ അത് കഴിഞ്ഞ് 3 വർഷം ഡിഗ്രി പഠിച്ച BA മലയാളമായിരുന്നു. പിന്നെ ഞാൻ ഗ്രാമത്തിലെ എൻ്റെ തയ്യൂർ ഗ്രാമീണ വായനശാലയിലെ ലൈബ്രറിയനായിരുന്നു. ഒരു ഏകദേശം 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ലൈബ്രറിയനായിരുന്നു. പിന്നെ 2007 ഐഡിയ സ്റ്റാർ സിംഗർ വരുന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ അവിടുന്ന് പോയിരുന്നത്. പിന്നെ നാട്ടുകാരായിട്ടുള്ള സൗഹൃദം, കുടുംബം, എല്ലാവരും അടിപൊളിയാണ്. ഞാൻ മാത്രമേ കുറച്ച് അടിപൊളി അല്ലാത്തുള്ളൂ. വീട്ടില് പാട്ട് പാടുന്നവര് ചേച്ചി പാടാറുണ്ട്. ചേച്ചി അച്ഛനും അമ്മയൊക്കെ ഭയങ്കര വെടിച്ചില് പാട്ടുകാരിയാ. അമ്മയുടെ ഒക്കെ ഒരു ഫോക്ക് സോങ് ആണ്. അമ്മ കുറെ പാട്ടുകൾ പാടും. അമ്മയുടെ കുറെ പഴയ പാട്ടുകളും അതുപോലെ അമ്മ പാടത്തൊക്കെ പോകുമ്പോൾ പാടുന്ന കുറെ പാട്ടുകളും. അമ്മയ്ക്ക് ഇങ്ങനെ നെല്ല് കൊയ്യാൻ പോകുമ്പോൾ അമ്മയ്ക്ക് കഞ്ഞി കൊണ്ടു കൊടുക്കും. ഞാൻ ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ ഞാൻ ഇതിലും കുഞ്ഞിലും ഇതിലും ചെറുതാണ്, വളരെ ചെറുതാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അമ്മ കറ്റയൊന്നും എന്നെ എടുപ്പിക്കില്ല. അപ്പൊ കഞ്ഞി കൊണ്ടു കൊടുക്കും. അപ്പൊ ദൂരെ നിന്ന് ഇങ്ങനെ പാട്ട് പാട്ടുണ്ടാവും. അറ്റുമാണം മേലെ ഉണ്ണിയാർച്ച ഉണും കഴിഞ്ഞുറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടുവെണ്ണ്. ഇനിയിപ്പോ അതുപോലെ സന്ധ്യക്കായ അമ്മ പിന്നെ നാമം ചൊല്ലലായി. അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണാഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ എന്നൊക്കെ അമ്മ. ഇത് രണ്ടും ഫോക്കും ഡിവോഷനും പകർന്നു കിട്ടിയത് അമ്മയുടെ അടുത്തുനിന്നും അച്ഛൻ്റെ അടുത്തുനിന്ന്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫോക്ക് ശരത് സാറാണ് പറഞ്ഞത്, മോനെ നീയേ കുട്ടാ നീ പാടുമ്പോൾ ഡിവോഷണലും ഒക്കെ കുറേ ഹൈപ്പിച്ച് പാട്ടൊക്കെ വരും, പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു സാധനം നിൻ്റെ അടുത്ത് കിടപ്പുണ്ട്, നീ അത് തിരിച്ചറിയണം. നീ ഫോക്ക് സോങ് നാടൻ പാട്ടുകളിൽ നിനക്ക് നിൻ്റേതായ ശൈലിയിൽ കുറേ പാട്ടുകൾ പാടാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴാണ് അത് ശരി ഇങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലേ. ഞാൻ ഒരിക്കലും മൈൻഡ് ചെയ്യാത്ത ഒരു സംഗതിയായിരുന്നു നാടൻ പാട്ട്. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ നമ്മൾ മുമ്പായി കുച്ചാണ്ട് ഇതൊക്കെ കേൾക്കും. അതുപോലെ കോട്ടപ്പം കൊട്ടാങ്ങിളെ കൊള്ളപ്പം വിളിയാങ്ങിളെ വേലൂരി കുഞ്ഞി കണ്ണൻ കുഞ്ഞാങ്ങളെ, അങ്ങനെ കുറെ പാട്ടുകളൊക്കെ അദ്ദേഹത്തിന് കേൾക്കുമെങ്കിലും പാടുന്ന സ്വഭാവം ഇല്ല അപ്പോഴും നാടൻ പാട്ട്. അപ്പോഴും ഞാൻ ഈ ഡിവോഷണൽ പിന്നെ സാറിൻ്റെ അടുത്ത് രവിവർമ്മ സാറിൻ്റെ അടുത്ത് തൃശ്ശൂർ രവിവർമ്മ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് പാട്ട് പഠിച്ചിരുന്നു. സാറിൻ്റെ അടുത്ത് കുറെ ക്ലാസിക്കൽ പാട്ടുകൾ പാടും, പഠിക്കും, സാറ് ക്ലാസ് എടുക്കും. പിന്നെ ഞങ്ങൾ കുറെ ഡിവോഷണൽ ഗാനമേളയ്ക്കൊക്കെ പോകും. അല്ലാതെ
നാടൻ പാട്ട് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഫോക്ക് സോങ് പാടാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരത് സാറാണ് ഇത് പറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തത്. ഡിവോഷണൽ അടിപൊളി അല്ലാതെ ആ ഒരു വഴി കൂടെ ശ്രദ്ധിക്കാൻ പറയാം. അപ്പൊ അതിന്റെ ഒരു ഗുണം അപ്പം ഞാൻ പാടിയ ഒരു പാട്ട് ഭയങ്കര ഹിറ്റാണ്. അത് ആരിയം നെല്ലിന്റെ ഓലൊന്നാടും പോലെ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടടാ പാട്ടു കേട്ട് നീയുറങ്ങ് നട്ടുച്ച നേരല്ലേ പൊള്ളുന്ന വെയിലല്ലേ ഇക്കണ്ട നട്ട് ഞാൻ കേറിയിടട്ടെ വാരിയെടുക്കാനും താരാട്ട് പാടാനും ഏറെ കൊതിയുണ്ട് പൊന്നും കട്ടേ. അപ്പൊ ഇതൊക്കെ അവരൊക്കെ പാടിയതിൻ്റെ ഒക്കെ ഒരു അംശമായിട്ട് ഇന്ത്യയിലുള്ളൂ. ഇതൊക്കെ വളരെ കുറച്ചാണ്. തയ്യൂരിലെ കുഞ്ഞു വല്യമ്മ വള്ളി വെട്ടും കുഞ്ഞു വല്യമ്മ ഇങ്ങളെൻ്റെ അമ്മയെ കണ്ടോന്നു വള്ളി വെട്ടാനാണെന്ന് തോന്നുന്നു കത്തിമാടാളുമെടുത്ത് തെക്കോട്ട് പോകണ കണ്ടു ഞാൻ ആ വഴിയെ പോകണ കണ്ടു ഞാൻ. എന്തായാലും ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നല്ല രസമാണ്. ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കല്ലേ സംസാരത്തിന്റെ ആ ഒരു ഒഴുക്കിൽ. ഇങ്ങനെ എത്ര പാട്ടുകളാണ് ഈ സമയം കൊണ്ട് പാടിയത്? അത് നമുക്കൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ള മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ കുറെ ഡിവോഷണൽ പാട്ടുകൾ, വീരമണി സാറിന്റെ പാട്ടുകൾ, മഹാലിംഗം, MK ത്യാഗരാജ ഭാഗവതര്, MS സുബ്ബലക്ഷ്മി അമ്മ, അപ്പോൾ എല്ലാവരും ഈശ്വരി, അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുടെയൊക്കെ പാട്ടുകൾ ഇങ്ങനെ ശീർഗാഴി, അവരുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു മൂഡിലാണ് നമ്മൾ. അതിനൊക്കെ കേട്ടും പഠിച്ചും അറിഞ്ഞും നമ്മൾ നമ്മുടേതായ ഒരു ശൈലി ഉണ്ടാക്കി എന്നുള്ളതാണ്. ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ആ ശൈലി ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്, ഇപ്പോഴും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, അപ്പം ഒരു ഏറ്റെടുത്തു എന്നുള്ള ഏറ്റവും വലിയ സത്യം എന്ന് വെച്ചാൽ 2007 MC ഓഡിയോസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. അതിലേക്ക് വേണ്ടി പാടിയ ഒരു പാട്ട് റാം സുരേന്ദർ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടറുടെ കീഴിലാണ് അത് പാടിയത്. ആളുടെ കമ്പോസിങ്ങിലാണ് ആ പാട്ട് വന്നത്. അദ്ദേഹമാണ് മറ്റേ മഞ്ജു വാര്യർ പാടിയിട്ടുള്ള കിം കിം എന്ന് പറഞ്ഞ പാട്ടൊക്കെ അത് അദ്ദേഹത്തിൻ്റെ. അപ്പം VK ഹരിനാരായണ വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് റാം സുരേന്ദ്രൻ ആളൊരു 2008 ആ പാട്ട് പാടിപ്പിച്ചത്. പക്ഷെ പുതിയ കാലഘട്ടം വന്നോട് റീൽസിലൂടെ ആ പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായി. അപ്പൊ പിന്നെ അത് വീണ്ടും ഹിറ്റായി കണ്ടപ്പോ ഭയങ്കര രണ്ടാമതൊരു ഹിറ്റ് പോലെ. ഒന്നാനാം അമ്പെടുത്ത് രാമനയ്യണ നേരമതയും ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടിത്തിയായി വല്ലാതെ മോഹമൊടന്ന് മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം പുകില് വന്നെന്റെ കൈലാസനാഥ. അതെ, റീൽസ് ഒക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഒരുപാട് റീൽസ് ഈ പാട്ട് ആ ഒരു സീസണിലെ ഫുൾ പാട്ട് ഇതായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ പാട്ടിന്റെ പ്രവാഹം ഒഴുക്ക് ഇങ്ങനെ തുടരുകയാണ്. ഇനിയും അത് ഒരുപാട് തുടരട്ടെ എന്നുള്ള ആശംസകൾ കൂടെ അറിയിക്കുകയാണ് കേട്ടോ. ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകളായിട്ട് നമുക്ക് ഇവിടെ മീഡിയ പീഡിയയിൽ വന്ന് വീണ്ടും സംസാരിക്കണം. മീഡിയ പീഡിയയിൽ വരും, നമ്മൾ പൊളിക്കും. അതെ, എങ്ങനെയുണ്ട് മീഡിയ പീഡിയ? അടിപൊളിയാണ്. എന്താ പറയാ, ഒരു കലാകാരന്റെ വലിയൊരു സ്വപ്നമാണ്. ജെബിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കാരണം മീഡിയ പീഡിയ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജെബിൻ എപ്പോഴും വിളിക്കും, ഇങ്ങനൊരു സംഭവം വാടാ. അപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും നമുക്ക് കൊടുക്കാനുണ്ടാവണം. അല്ലാതെ നമ്മൾ അതിൻ്റെ ഒരു സമയമായി. അപ്പൊ എന്തായാലും കാന്താര 2 ആ പാട്ടും എല്ലാവരും ഏറ്റെടുക്കട്ടെ. ഇനിയും അതുപോലെ അല്ലെങ്കിൽ അതുക്കും മേലെയുള്ള ഒരുപാട് പാട്ടുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ? അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.